നമുക്ക് കറി വെക്കാൻ മടിയുള്ള ദിവസം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കടുക്ക കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പം നമ്മുടെ റെസിപ്പി മിസ്സാവാതിരിക്കാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണണേ, ഒരു ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 തക്കാളി, 3 പച്ചമുളക്, ഒരു സവാള, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിന് പകരം ഒരു വാഴയ്ക്കും ഇടാവുന്നതാണ് കേട്ടോ. നമ്മളിവിടെ 1 കിലോ കടുക്കയാണ് എടുത്തിട്ടുള്ളത്. കടുക്കയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തതാണ്. ഇത് നമുക്കൊന്ന് നന്നായി പുഴുങ്ങിയെടുക്കണം. ഇത് നമ്മൾ പുഴുങ്ങിയെടുത്ത കടുക്കയാണ്. കടുക്ക നമ്മൾ പുഴുങ്ങാൻ വെക്കുന്ന സമയത്ത് വെള്ളമൊന്നും അതിലേക്ക് ഒഴിക്കണ്ട, അതിൽ നിന്ന് തന്നെ വെള്ളം വരും. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെയാണ് ഇത് പുഴുങ്ങിയെടുത്തത്. അതിൽ നിന്ന് കിട്ടിയ വെള്ളമാണ് ഇട്ടത്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ കടുക്ക ഒന്ന് പൊളിച്ചെടുക്കണം. അതിൻ്റെ കാട്ടം പുല്ലൊക്കെ പോക്കണം. ചെറിയ കടുക്കയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി നമ്മളിവിടെ 1 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. ഇനി നമ്മൾ ഒരു ഉരുളിയിലേക്ക് കടുക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി, പച്ചമുളകും, ഉപ്പും, മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളകും പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വറുത്താൽ മതി. നമ്മൾ സാമ്പാറിന് വറുക്കും പോലെ മൊരിച്ചിട്ടൊന്നും വറുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരണം കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കടുക്കയുടെ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറവിടണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മളെ കടുക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.